നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ശർക്കര ഉപ്പേരിയാണ്. അതിന് വേണ്ടി 4 കായ എടുത്തിട്ടുണ്ട്. രണ്ടായിട്ട് മുറിച്ച് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നല്ലോണം കഴുകിയെടുക്കണം. അതിനെ കറ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ കായയെ രണ്ടായിട്ട് മുറിച്ചിട്ട് നമ്മൾ ഉപ്പേരിയുടെ പാകത്തിന് ഈ ഒരു പാകത്തിന് നമ്മൾ മുറിച്ചെടുത്ത് വെള്ളത്തിലിടുക. അപ്പോഴും നമ്മൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ഉപ്പ് ഇടണം, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടണം. നല്ലോണം ഇതിൻ്റെ കറ പോകണം. കറ പോയാൽ മാത്രമേ നമ്മളിത് ഉണ്ടാക്കുന്ന എയർ ഫ്രയറിലാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ വെള്ളം വാർന്നു പോകാനായിട്ട് നമ്മുടെ ടവലിട്ടിട്ട് അതിലേക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക. വെള്ളം മൊത്തം ഉപ്പ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഉപ്പും 2 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇട്ട് ഒഴിക്കുക. എന്നിട്ട് നല്ലോണം നമ്മൾ കൂട്ടി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ എയർ ഫ്രയറിൽ അത് നമ്മൾ നല്ലോണം നേരത്തെ ഇടും. നിങ്ങൾക്ക് അല്ലെങ്കിൽ 2 ബാച്ചായിട്ട് ഇടാം. ഞാനിപ്പോൾ ഒറ്റ ബാച്ചായിട്ട് ഇടുന്നുള്ളൂ. 175-ൽ 20 മിനിറ്റ്സ് ഇടുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടത് ഇളക്കി യോജിക്കണം. ഇപ്പോൾ സംഭവം ആയിട്ടില്ല. അപ്പം ഞാൻ എന്തോ ചെയ്തതെന്ന് വെച്ചാൽ പിന്നെ 180-ൽ ഒരു 10 മിനിറ്റ്സ് കൂടി കൊടുത്തു. 10 മിനിറ്റ്സ് കൂടെ കൊടുത്തപ്പോഴത്തേക്കും സംഭവം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതേ കണ്ടോ, നല്ല ഇങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോഴത്തേക്കും രണ്ടായിട്ട് പൊട്ടുന്ന രീതിയിൽ നമ്മുടെ പിന്നെ ചിപ്സ് ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാവൂ. 2 സ്പൂൺ പിന്നെ അരിപ്പൊടിയും ഒരു ചെറിയ പീസ് ചുക്ക്, പിന്നെ നമ്മുടെ ജീരകം, 6-7 ഏലക്ക, 1/4 കപ്പ് ശർക്കര, ആ പൊടിയെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ പൊടിച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലോണം അത് കുറുക്കിയെടുക്കുക. നമ്മൾ പിന്നെ ഒറ്റനൂൽ പാവാവുന്നത് വരെ ആ ഒരു രീതിയിൽ വേണം നമ്മളിതിനെ പിന്നെ കുറുക്കിയെടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ചിരുന്ന നമ്മുടെ ഉപ്പേരി ഉണ്ടല്ലോ, അതിനെ നമ്മളിതേ ഈ ശർക്കര പാവിലേക്ക് ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾ ഏലക്കയും ചുക്കും ജീരകവും അരിപ്പൊടിയും കൂടി ഇട്ട് പൊടിച്ച ഒരു മിക്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി നമ്മളൊരു 2-3 നമ്മൾ ഒരുമിച്ചത് ഈ പൊടി ഇട്ട് കൊടുക്കരുത്. കുറച്ച് ഇത് ഇടുക, ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും അത് കുറച്ച് ഇടുക, ഇളക്കി യോജിപ്പിക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ മൊത്തം അത് അത്രയും വേണം കേട്ടോ. 2 സ്പൂൺ അരിപ്പൊടിയും ഒരു 5-6 പിന്നെ ഏലക്കയും ഒരു ചെറിയൊരു പീസ് ചുക്കും ഒരു 1/4 സ്പൂണ് ജീരകവും കൂടെ വേണം. എന്നിട്ട് നമ്മളിങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ വിട്ട് വരും. ഇത് കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ശർക്കര ഉപ്പേരി ഇത് കണ്ടോ, നല്ല രീതിയിൽ ഒന്നൊന്നായിട്ട് വീണ് കിടക്കണം അതുപോലെ ആവും. ഓക്കെ, താങ്ക് യു.